ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ പഴശ്ശി യുദ്ധങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മളിതിനു മുമ്പായിട്ട് ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം, കുറിച്യർ കലാപം എന്നിവയെ പറ്റിയുള്ള ക്ലാസ്സെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് പഴശ്ശി യുദ്ധങ്ങളെക്കുറിച്ച് പഠിക്കാം. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായ യുദ്ധങ്ങളാണ് പഴശ്ശി യുദ്ധങ്ങൾ. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ശക്തമായത് ആരുടേതാണ്? പഴശ്ശിയുടെ യുദ്ധങ്ങളാണ്. പഴശ്ശി യുദ്ധങ്ങളുടെ എണ്ണം എത്ര? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴശ്ശി യുദ്ധങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം, രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് നമ്മളങ്ങനെ 2 യുദ്ധങ്ങളായിട്ടാണ് പറയുന്നത്. പഴശ്ശി രാജയുടെ യഥാർത്ഥ നാമം കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ്. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. അദ്ദേഹത്തിൻ്റെ രാജവംശം ഏതാണ്? കോട്ടയം രാജവംശം. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഉണ്ട് രാജവംശത്തിൻ്റെത്. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ, രാജവംശം കോട്ടയം രാജവംശം. പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം എപ്പോഴാണ്? 1793 മുതൽ 1805 വരെയാണ് പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1793 1805. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. പഴശ്ശി രാജ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ബ്രിട്ടീഷ് രേഖകളിൽ? പഴശ്ശി രാജ, കൊട്ടിയോട്ട് രാജ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയ ആളാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. നമ്മൾ കേരള ചരിത്രത്തിൻ്റെ PYQ സീരീസിൽ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം എവിടെയാണെന്ന്. മലബാർ. അപ്പോൾ നമ്മൾ മലബാറിലാണ് ഈ ഒരു ചെറുത്തുനിൽപ്പ് നടന്നത്. കേരളവർമ്മ പഴശ്ശിരാജയുടെ നേതൃത്വം എവിടെയായിരുന്നു? മലബാറിലായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചതും. ഇതാണ് ഒരു കാരണം. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചതുമെന്ന് പറഞ്ഞു. അതായത് മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായിട്ട് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. അതായത് ബ്രിട്ടീഷുകാർ നമ്മുടെ പഴശ്ശിരാജനോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ എനിക്ക് ഇന്ന സ്ഥലത്തെ പാട്ടം, അതായത് നികുതി പിരിക്കാനുള്ള ഇത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മൈസൂർ ഭരണാധികാരികൾക്ക് എതിരായിട്ട് ബ്രിട്ടീഷുകാരോടൊപ്പം ആരും കൂടി ചേർന്നു? നമ്മുടെ പഴശ്ശിരാജയും കൂടി ചേർന്നു. എന്നാൽ ഈ ബ്രിട്ടീഷുകാർ വിജയിച്ച ശേഷം ഈ ഒരു വാഗ്ദാനം അവർ നിറവേറ്റിയില്ല. അവരെന്ത് ചെയ്തു? അവർ വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ഈ ഒരു സ്ഥലത്തിൻ്റെ പാട്ടം നൽകുക എന്നുള്ളത് കുറുമ്പ്രനാട്ട് രാജാവ്, അതായത് പഴശ്ശിരാജയുടെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജാവിന് നൽകുകയും ചെയ്തു. പാട്ടത്തിന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ഇവിടെ മെയിനായിട്ട് ഉണ്ടായത്. അതാണ് ഈ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് ചെറിയൊരു തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാം പഴശ്ശി വിപ്ലവം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 1793 മുതൽ 1797 വരെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ്, സ്റ്റാർട്ടിങ് ഡേറ്റ് ഏതാണെന്ന് കറക്റ്റ് അറിയണമെങ്കിൽ ഈ 93 ഇല്ലേ, 93ൻ്റെ ഈ 9ൻ്റെത് 3ലോട്ട് ചേരുമ്പോൾ O എന്ന് കിട്ടും. O എന്നൊരു അക്ഷരം കിട്ടും. അപ്പോൾ നമുക്കതൊരു ഒന്നാം പഴശ്ശി എന്നുള്ള രീതിയിൽ കണക്കാക്കി എടുക്കുക. 1793 to 97 വരെ. അപ്പോൾ ഈ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് നോക്കാം. കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളും കോട്ടയം പ്രദേശം പഴശ്ശിരാജയുടെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജാവിന് 1793 പാട്ടത്തിന് കൊടുത്തതും. ഇതാണ് ഇതിൻ്റെ കാരണങ്ങൾ. പ്രധാനപ്പെട്ട കാരണം ഏതാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരം. അതാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം. അതിൻ്റെ കൂടെ എന്തുമുണ്ട്? കുറുമ്പ്രനാട്ട് രാജാവിന് പാട്ടത്തിന് കൊടുത്തതും മറ്റൊരു കാരണമാണ്. അപ്പോൾ ഏതാണ് പ്രധാനം എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരം എന്ന് ഉദ്ദേശിക്കുക. അതുപോലെ തന്നെ പഴശ്ശിയുടെ പ്രധാന കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ
പുരളിമല, കണ്ണൂരുള്ള പുരളിമലയാണ് പഴശ്ശി വിപ്ലവങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് പറയുന്നത്. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്ക് ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായിട്ട് നിന്നത് ചിറക്കൽ രാജാവാണ്. അതായത് ബ്രിട്ടീഷുകാരും പഴശ്ശിയും തമ്മിൽ ഇടഞ്ഞ് നിൽക്കണം, അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യ് എന്നൊക്കെ പറയുന്നത് ആരാണ്? ചിറക്കൽ രാജാവ്. അങ്ങനെ ബോംബെ ഗവർണറായ ജൊനാഥൻ ഡങ്കൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ്, ബോംബെ ഗവർണറായ ജൊനാഥൻ ഡങ്കനാണ് പഴശ്ശി രാജാവുമായിട്ടൊരു സന്ധിയിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവ്, ജൊനാഥൻ ഡങ്കനുമായാണ് സന്ധിയിൽ ഏർപ്പെട്ടത് പഴശ്ശി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പേരുകളും നല്ല രീതിയിൽ ഓർത്ത് വെക്കുക. അങ്ങനെ ഒന്നാം പഴശ്ശി വിപ്ലവം 1797 കഴിഞ്ഞു. അടുത്തത് രണ്ടാം പഴശ്ശി വിപ്ലവം. നമ്മൾ പറഞ്ഞു പഴശ്ശി യുദ്ധങ്ങൾ 2 എണ്ണമാണെന്ന്. 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത്. ഒന്നാം പഴശ്ശി വിപ്ലവം എപ്പോഴായിരുന്നു? 1793 മുതൽ 1797 വരെ. അപ്പോൾ ഈ ഒരു രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. 4ാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമാണ് ഈ ഒരു രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കാരണം എന്താണ്, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ഇതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണം പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം ബന്ധപ്പെട്ടിരിക്കുന്നത് ഒന്നാം പഴശ്ശിയുമായാണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നോക്കണം. ഈ ഒരു പഴശ്ശി രാജാവിന് ഒരു സൈന്യമുണ്ട്. ഈ ഒരു സൈന്യത്തിൻ്റെ നേതാക്കൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ, പള്ളൂർ ഏമൻ നായർ. ഇവർ 4 പേരുമാണ് സൈന്യത്തിൻ്റെ നേതാക്കൾ എന്ന് പറയുന്നത്. കണ്ണവത്ത് ശങ്കരൻ നായർ, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, പള്ളൂർ ഏമൻ നായർ. ഈ രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരാണെന്ന് ഒരു ചോദ്യമുണ്ടാവും. ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആർത്തർ വെല്ലസ്ലി. അതായത് പഴശ്ശിയുടെ ഈ ഒരു സമയത്ത് ബ്രിട്ടീഷുകാർ പഴശ്ശിയെ നേരിടാൻ വേണ്ടി ഒരു നേതാവിന് റെഡിയാക്കിയിട്ടുണ്ടായിരിക്കും. ആ ഒരു മേധാവിയാണ് ആർത്തർ വെല്ലസ്ലി എന്ന് പറയുന്നത്. നമ്മൾ ആറ്റിങ്ങൽ കലാപത്തിൽ ഒരാളെ പഠിച്ചിരുന്നു, ഗിഫോർഡ്, ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ആ ഒരു പേര് മറക്കരുത്. പഴശ്ശീൻ്റെയിൽ വരുന്നത് ആർത്തർ വെല്ലസ്ലിയാണ്. പഴശ്ശി രാജാവിനെ പിടികൂടാൻ ആർത്തർ വെല്ലസ്ലി രൂപീകരിച്ച ഒരു സൈനിക സംഘമുണ്ട്. അതിൻ്റെ പേരാണ് കോൽക്കാർ. ആർത്തർ വെല്ലസ്ലിയുടെ സൈനിക സംഘത്തിൻ്റെ പേരാണ് കോൽക്കാർ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി രാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവുണ്ട്. അതാണ് തലക്കൽ ചന്തു. തലക്കൽ ചന്തു ആണ് കുറിച്യരുടെ നേതാവായിട്ട് പഴശ്ശിരാജയെ ഹെൽപ്പ് ചെയ്ത ആൾ. അതുപോലെ തന്നെ പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ ആയിരുന്നു. പഴശ്ശിരാജയുടെ യുദ്ധതന്ത്രം എന്ന് പറയുന്നത് ഒളിപ്പോരാണ്. അതായത് ഗറില്ല യുദ്ധമുറയാണ് പഴശ്ശിരാജ ചെയ്തിരുന്നത്. പ്രധാനപ്പെട്ട ഒരു സംഭവം അന്നേരം നടന്നെന്താണെന്ന് വെച്ചാൽ, എടച്ചേന കുങ്കനും തലക്കൽ ചന്തുവും കൂടി 1802 പനമരം കോട്ട പിടിച്ചെടുത്തു. അത് ആ ഒരു സമയത്തുണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഈ ഒരു പഴശ്ശി കലാപമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ തലശ്ശേരിയിലൊരു സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ എന്ന് പറയുന്ന വ്യക്തി. തോമസ് ഹാർവേ ബാബർ. അതുപോലെ പഴശ്ശി രാജാവിൻ്റെ അന്ത്യം എപ്പോഴാണെന്നൊരു ചോദ്യമുണ്ട്. 1805 നവംബർ 30 പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചത്. 1805 നവംബർ 30. അപ്പം നമ്മുടെ കലാപം അല്ലെങ്കിൽ ഒന്നാം പഴശ്ശി വിപ്ലവം സ്റ്റാർട്ട് ചെയ്തത് 1793. പഴശ്ശി രാജാവിൻ്റെ അന്ത്യം 1805. പഴശ്ശി രാജാവ് വെടിയേറ്റ് മരിച്ച സ്ഥലമാണ് മാവിലന്തോട്, മാനന്തവാടി, വയനാട് മാനന്തവാടിയിലുള്ള മാവിലന്തോടിലാണ് പഴശ്ശി രാജാവ് വെടിയേറ്റ് മരിച്ചത്. ഓക്കെ, ഇപ്പം ഇത്രയും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് കുറച്ച് വിശേഷണങ്ങൾ നോക്കാം. പഴശ്ശി രാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ്
സർദാർ KM പണിക്കർ. അദ്ദേഹം കേരള സിംഹം എന്ന് പറയുന്നൊരു പുസ്തകവും രചിച്ചിട്ടുണ്ട്. അപ്പോൾ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. കേരള സിംഹം എന്ന പുസ്തകം ആരുടേതാണ്? സർദാർ KM പണിക്കരുടേതാണ്. അടുത്തത് വേറൊരു പുസ്തകമാണ് പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്നത്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പാണ്. അടുത്തൊരു പുസ്തകമാണ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ. ഈ ഒരു പുസ്തകം രചിച്ച വ്യക്തി മുണ്ടക്കയം ഗോപിയാണ്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നത് കേരള സിംഹമാണ്, സർദാർ KM പണിക്കരുടേത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ മാത്രമാണ് നമ്മളിതിൽ കൂടുതലും പറഞ്ഞിട്ടുള്ളത്. എല്ലാം പോയിൻ്റ് വൈസ് ആയിട്ട് തന്നെയാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായൊരു കറുവാത്തോട്ടം ഉണ്ടായിരുന്നു. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കറുവാത്തോട്ടം ഉണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ തലക്കൽ ചന്തുവിൻ്റെ സ്മാരകം എവിടെയാണ് എന്ന് ചോദിച്ചാൽ പനമരം, വയനാടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എടച്ചേനക്കുങ്കനും തലക്കൽ ചന്തുവും കൂടി പനമരം കോട്ട പിടിച്ചെടുത്തു 1802. അപ്പോൾ നമുക്ക് തലക്കൽ ചന്തുവിൻ്റെ സ്മാരകവും എവിടെയാണ്? പനമരത്താണ്, വയനാട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള സിനിമയാണ് കേരളവർമ്മ പഴശ്ശിരാജ. അത് 2009 സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. നിർമ്മാണം ഗോകുലം ഗോപാലനാണ്. തിരക്കഥ എഴുതിയത് MT വാസുദേവൻ നായർ. നടൻ പഴശ്ശിരാജയായിട്ട് അഭിനയിച്ചത് മമ്മൂട്ടിയാണ്. തലക്കൽ ചന്തുവായിട്ട് മനോജ് K ജയനാണ് ഉണ്ടായത്. കുറിച്യരുടെ നേതാവായിട്ടുള്ളൊരു റോളായിരുന്നു മനോജ് K ജയൻ ഉണ്ടായത്. ഓക്കെ, ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. പഴശ്ശി സ്മാരകം മാനന്തവാടി. നമുക്ക് സ്മാനന്തവാടി എന്ന് പഠിക്കാം. പഴശ്ശി സ്മാരകം മാനന്തവാടി, വയനാട്. പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ് പഴശ്ശിയുടെ മ്യൂസിയം. പഴശ്ശി ഡാം വളപട്ടണം പുഴ, കണ്ണൂർ. പഴശ്ശിയുടെ ഗുഹ മലപ്പുറത്താണ്. പഴശ്ശി കോളേജ് 2 ഉണ്ട്. പുൽപ്പള്ളി വയനാടും ഉണ്ട്, മട്ടന്നൂർ കണ്ണൂരുമുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാത്ത രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കുക. നമുക്ക് ഈ സ്മാരകം പെട്ടെന്ന് കിട്ടും. സ്മാനന്തവാടി എന്നുള്ള രീതിയിൽ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ മ്യൂസിയം ഒരു ഹിൽ പ്രദേശത്തിലാണെന്ന് കരുതുക. മ്യൂസിയത്തിൽ ഈസ്റ്റ് ഹില്ലിലാണ് മ്യൂസിയം വരുന്നത്. അതുപോലെ തന്നെ ഡാമും വളപട്ടണം പുഴയുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. പഴശ്ശി ഗുഹ വരുന്നത് മലപ്പുറത്താണ്. പഴശ്ശി കോളേജ് വരുന്നത് പുൽപ്പള്ളി വയനാടും ഉണ്ട്, മട്ടന്നൂർ കണ്ണൂരും ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പഴശ്ശി യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് പഠിച്ചിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന എല്ലാ പോർഷൻസും എല്ലാ പോയിൻറ്റ്സും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാം പഴശ്ശി കലാപത്തെ പറ്റി ഒരുപാട് പറയാനുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു കലാപം എപ്പോഴാണ് നടന്നത്, പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നെല്ലാം നമ്മൾ പഠിച്ചു. രണ്ടാം പഴശ്ശിയിൽ വരുന്ന പ്രധാനപ്പെട്ട കാരണം എന്താണ്, ആരൊക്കെയാണ് അതിലെ നേതാക്കൾ, അതുപോലെ തന്നെ ആ സമയത്തെ സബ് കളക്ടർ ആരാണ്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് മേധാവി ആരായിരുന്നു, അദ്ദേഹത്തിൻ്റെ സൈനിക സംഘത്തിൻ്റെ പേരെന്താണ്, എപ്പോഴാണ് പഴശ്ശിരാജ വീരചരമം പ്രാപിച്ചത് എന്നുള്ള ഒരുപാട് പോയിൻറ്റ്സ്. അതുപോലെ തന്നെ പഴശ്ശിയുടെ ഡാം, ഗുഹ, സ്മാരകം, പഴശ്ശി കോളേജ് ഇതെല്ലാം എവിടെയാണെന്നൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാതെ പോയ ഒരു ചെറിയൊരു കോട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ളൊരു നാടുവാഴിയാണ്. ഒരു പരാജിത ശത്രു എന്നതിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ എന്ന് പറഞ്ഞത് TH ബേബറാണ്. പഴശ്ശിയെക്കുറിച്ച് ഈ ഒരു കോട്ട് പറഞ്ഞത് TH ബേബർ. അതായത് അദ്ദേഹം ഒരു കലാപകാരി ആയിരിക്കാം, എന്നാൽ അദ്ദേഹം ഒരു നാടുവാഴിയും കൂടിയാണ്. അപ്പോൾ ഒരു ശത്രു എന്നൊരു കണക്ക് പ്രകാരം നമ്മൾ അദ്ദേഹത്തെ ആ രീതിയിൽ വേണം കാണാനെന്ന് പറയുന്നത് TH ബേബറാണ്. TH ബേബർ. മറ്റേത് സബ് കളക്ടറിൻ്റെ പേര് തോമസ് ഹാർവേ ബാബർ. രണ്ടും മാറിപ്പോകരുത്. തോമസ് ഹാർവേ ബാബറും TH ബേബറും. ഓക്കെ, ഇത്രയുമാണ് പഴശ്ശി യുദ്ധങ്ങളുമായി കണക്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
തുടർന്നുള്ള കേരള ചരിത്രത്തിൻ്റെ ക്ലാസ്സുകളും PYQ സീരീസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.